വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ധ്യാനാത്മകമായി ഭൂമിയെ ഒരു ദാനം പോലെ കണ്ടാൽ ചൂഷണം നിർത്താം. കുഞ്ഞുങ്ങൾക്ക് അതിലളിതമായ പ്രാർത്ഥനയുമായി ഫ്രാൻസിസ് പാപ്പ. മൈക്കിൾ ആഞ്ചലോയുടെ രണ്ടാമത്തെ പിയത്ത വീണ്ടും പ്രദർശനത്തിന്. വിശ്വാസികൾ എന്ന നിലയിൽ ലോകത്തെ പുറമേ നിന്നല്ല, അകത്തുനിന്ന് ധ്യാനാത്മകമായി നോക്കിക്കാണുമ്പോൾ പിതാവ് എങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളെയും പരസ്പരം ബന്ധിതമാക്കിയിരിക്കുന്നതെന്ന് കാണാം. ഇതാണ് ധ്യാനാത്മകമായ വിചിന്തനമെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. പാപ്പയും തീർത്ഥാടകരും തമ്മിലുള്ള അകലം അല്പാൽപ്പം കുറഞ്ഞു തുടങ്ങി. മഹാമാരി കാരണം നിർത്തിവച്ചിരുന്ന പൊതു കൂടിക്കാഴ്ച നിബന്ധനകളോടെ വീണ്ടും തുടങ്ങിയപ്പോൾ പാപ്പ ഓട്ടോഗ്രാഫുകൾ നൽകി, മോതിരങ്ങൾ ആശീർവദിച്ചു, നവദമ്പതികൾക്ക് ഉപദേശം നൽകി. കാലാവസ്ഥ വ്യതിയാനം മാറ്റാനുള്ള പരിഹാരം പ്രകൃതിയെ ധ്യാനിക്കലാണെന്ന് പാപ്പ പൊതുകൂടിക്കാഴ്ചയിൽ പറഞ്ഞു. നാം ഭൂമിയെ പരിചരിക്കാനാണ്, ചൂഷണം ചെയ്യാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ധ്യാന മനോഭാവം വളർത്തണം. ഭൂമിയെ നോക്കൂ, അതിനെ ചൂഷണം ചെയ്യാനുള്ളതല്ല, ഒരു ദാനമായി ധ്യാനിക്കാനുള്ളതാണ്. ഇതാണ് പ്രശ്നത്തിന്റെ കാതൽ. വസ്തുക്കളുടെ ഉപഭോഗത്തിനപ്പുറത്തേക്ക് നോക്കണം, സൗന്ദര്യത്തെ ധ്യാനിക്കുക. എന്നാൽ അതിനെ ചൂഷണം ചെയ്യൽ എന്നല്ല അർത്ഥം, ധ്യാനിക്കലാണ്. പരിസ്ഥിതിയോട് തീരെ ആദരവില്ലാത്തവർ മറ്റു മനുഷ്യരോടും അതുതന്നെ കാണിക്കൂ. നാം ഇത് മറക്കരുത്. പ്രകൃതിയെ ധ്യാനിക്കാൻ അറിയാത്തവർക്ക് മനുഷ്യരുടെ ധന്യതയെ ധ്യാനിക്കാനും അറിയില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിലേക്ക്, അവരെ അടിമകളാക്കുന്നതിലേക്ക് ചെന്നെത്തും. ഇതൊരു സാർവദേശീയ നിയമമാണ്. കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്ന ഒരാൾ കൊലപ്പെടുത്തിയ ഇറ്റാലിയൻ വൈദികൻ ഫാദർ റോബോട്ടോ മൽഗസിനിയെ പാപ്പ അനുസ്മരിച്ചു. വൈദികൻ സഹായിച്ചിരുന്ന ആളാണത്. സാൻ ഡെമാസോ മുറ്റത്തെ എല്ലാവരും വൈദികനു വേണ്ടി പ്രാർത്ഥിച്ചു. മാൾട്ട യൂണിവേഴ്സിറ്റിയിലെ മിഡ്വൈഫുമാരുടെയും നഴ്സുമാരുടെയും പ്രതിനിധി സംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള മാൾട്ട അംബാസിഡർ ഫ്രാങ്ക് സമ്മിറ്റിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം വെറും കൈയോടെയല്ല പാപ്പയെ കാണാനെത്തിയത്. നഴ്സുമാരുടെ കയ്യൊപ്പുള്ള മേലുടുപ്പ് അവർ സമ്മാനിച്ചു. മാൾട്ട യൂണിയൻ മിഡ്വൈഫ്സ് ആൻഡ് നഴ്സസിന്റെ പ്രസിഡന്റ് പോൾ പേസ് പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ കൊറോണ വൈറസ് മഹാമാരിയെ നേരിടാൻ അമിത ജോലി ചെയ്ത് തളരുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് എന്നും പ്രോത്സാഹനം തുടർന്നു വരികയാണെന്ന് പോൾ പേസ് ചൂണ്ടിക്കാട്ടി. നഴ്സുമാരുടെയും മിഡ്വൈഫുമാരുടെയും വർഷമായി 2020 WHO പ്രഖ്യാപിച്ചിരുന്നതിനാൽ മാൾട്ടയിൽ നിന്നുള്ള ഈ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അവർ പാപ്പയെ ധരിപ്പിച്ച തലത്തൊപ്പി തീർച്ചയായും മാൾട്ടയിലെ നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും പിന്തുണയുടെ അനുഭവമായി മാറി. ചൈനയുമായുള്ള താൽക്കാലിക കരാർ വത്തിക്കാൻ പുതുക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി പിയത്രോ പരോളിൻ അറിയിച്ചതിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ വത്തിക്കാനിലേക്ക്. ഇത് വത്തിക്കാന്റെ ധാർമ്മിക അധികാരം അപകടത്തിലാക്കുമെന്ന് പോംപിയോ ട്വീറ്റ് ചെയ്തു. ഏതാനും ദിവസത്തിനുള്ളിൽ മൈക്ക് പോംപിയോ വത്തിക്കാൻ സന്ദർശിക്കും. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി ഇങ്ങനെ ട്വീറ്റ് ചെയ്തു: ചൈനയുമായുള്ള കരാർ പുതുക്കുകയാണെങ്കിൽ വത്തിക്കാൻ അതിന്റെ ധാർമ്മിക അധികാരം അപകടപ്പെടുത്തുകയാണ്. 2018 സെപ്റ്റംബർ 22 നിലവിൽ വന്ന താൽക്കാലിക കരാറിനെ പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം. ചൈനയിൽ പുതിയ ബിഷപ്പുമാരെ നിശ്ചയിക്കാൻ ഇത് വത്തിക്കാനെ അനുവദിക്കുന്നു. ഇതുവരെ 5 ബിഷപ്പുമാരെ മാത്രമേ നിയമിക്കാൻ വത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പരിശുദ്ധ സിംഹാസനവും ബീജിംഗും കരാർ പുതുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണ്. ഈ കരാറിനു പുറമെ മറ്റു വിഷയങ്ങളും പരിഗണിക്കാനുണ്ടെന്ന് അമേരിക്ക മാഗസിന്റെ വത്തിക്കാനിസ്റ്റ്
ജെറാർഡ് ഒ കോണൽ പറയുന്നു. ഉദാഹരണത്തിന് ചൈനയിലെ അണ്ടർഗ്രൗണ്ട് സഭയുടെ സ്ഥിതിയെക്കുറിച്ച്. They did not touch in that agreement. അണ്ടർഗ്രൗണ്ട് സഭയുടെ പ്രശ്നം കരാറിൽ സ്പർശിച്ചിട്ടില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവർ ഇപ്പോഴും വൈദികരായോ ഒരു കൂട്ടായ്മയായോ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നാം കാണുന്നത് തീർച്ചയായും അടിച്ചമർത്തലുണ്ടെന്നാണ്. ഷീ ജിൻപിങ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ മുമ്പുള്ളത്ര കഠിനമായ നിലപാടാണ് മതങ്ങൾക്ക് നേരെയുള്ളത്. There is a harder line towards religion than, say, before Xi Jinping came to power. മൈക്ക് പോംപിയോ ഒരു വർഷം മുൻപ് വത്തിക്കാനിൽ നടത്തിയ പ്രസംഗത്തിൽ ഇത് പ്രഖ്യാപിച്ചിരുന്നു. ചൈനയെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു, We humbly ask the Holy See to join us. ഭരണകൂടം പൂർണ്ണ ആധിപത്യത്തോടെ ഭരിക്കുമ്പോൾ ദൈവം അവരുടെ അധികാരത്തിന് പൂർണ്ണ ഭീഷണിയാണ്. Together, calling for the freedom to worship God. ബീജിംഗിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വിഭാഗവും ഈ കരാർ പുതുക്കുന്നതിന് എതിരാണ്. കൂടുതൽ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി വത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് അവർ ഭയക്കുന്നു. അതുകൊണ്ടാണ് ആ വിധത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വത്തിക്കാൻ ശ്രമിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. മൈക്ക് പോംപിയോയുടേതും അങ്ങനെയൊരു സന്ദേശമാണ്. ദൈവത്തിന്റെ മനോഹരമായ പൂന്തോട്ടത്തിലെ മൂല്യം നിറഞ്ഞ തനതായ സ്പെഷ്യലായ പൂക്കളാണ് ഓരോ കുട്ടിയുമെന്ന് ഓസ്ട്രിയയിൽ നിന്നുള്ള ഓട്ടിസം കേന്ദ്രത്തിലെ കുഞ്ഞുങ്ങളോട് പാപ്പ. അതിലളിതമായ ചില പ്രാർത്ഥനാ മാർഗങ്ങളും പാപ്പ അവരെ പഠിപ്പിച്ചു. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം പാപ്പ തന്റെ ചില ഏറ്റവും പ്രിയപ്പെട്ട തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച തുടങ്ങി. കുട്ടികൾ. ഇത്തവണ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കേന്ദ്രത്തിൽ നിന്നുള്ളവരായിരുന്നു അതിഥികൾ. ഓസ്ട്രിയയിൽ നിന്നാണ് അവർ വന്നത്. ഈ പെൺകുട്ടിയെ പോലുള്ളവർക്ക് സ്വന്തം വീട്ടിലെത്തിയ പ്രതീതി. സ്വനേഷൻ അഥവാ സൺഷൈൻ എന്നാണ് കേന്ദ്രത്തിന്റെ പേര്. സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു തോട്ടം പോലെയാണ് ഈ പദം തോന്നിപ്പിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. നിറയെ പൂക്കൾ. ഓരോ പൂവും നിങ്ങളെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ ആളും അമൂല്യമാണ്, തനതാണ്, പ്രത്യേകമാണ് ആ പൂക്കളെ പോലെ. ദൈവത്തിന്റെ കണ്ണിൽ നാമെല്ലാം മൂല്യവത്താണ്. അവൻ നമ്മെ ഏറെ സ്നേഹിക്കുന്നു. അതിനാൽ നമുക്ക് തോന്നണം അവനോട് നന്ദി എന്ന് പറയാൻ. വളരെ ലളിതമായ വാക്കുകൾ, എന്നാൽ അർത്ഥസമ്പുഷ്ടമായവയായിരുന്നു പാപ്പയുടേത്. ഈശോയോട് പ്രാർത്ഥിക്കുകയും ആവശ്യങ്ങൾ പറയുകയും ചെയ്യാം. ഉദാഹരണത്തിന്, നല്ല ഈശോയെ, എന്റെ അമ്മയെയും അപ്പനെയും ജോലിയിൽ നീ സഹായിക്കുമോ? എന്റെ അമ്മൂമ്മയ്ക്ക് ആരോഗ്യം നൽകുമോ? കാരണം അവർ രോഗിയാണ്. ലോകത്തെമ്പാടും കഴിക്കാൻ ഒന്നുമില്ലാതെ കഴിയുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുമോ? അല്ലെങ്കിൽ ഈശോയെ, സഭയെ നന്നായി നയിക്കാൻ പാപ്പയെ സഹായിക്കണമേ. നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ ഈശോ ശരിക്കും കേൾക്കും. അവസാനമായി പാപ്പ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നന്ദി പറഞ്ഞു. അവരെ ജർമ്മനിൽ പാപ്പ ആശീർവദിച്ചു. യുഎസും ക്യൂബയും തമ്മിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നിലെ ആത്മീയ ശക്തി സ്രോതസ് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. വത്തിക്കാനിൽ പാപ്പയെ കണ്ട് മടങ്ങുമ്പോൾ താൻ പള്ളിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പോലും ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോ അന്ന് പറഞ്ഞു. പാപ്പ ക്യൂബ സന്ദർശിച്ചതിന്റെ 5ാം വാർഷികം. 2014 ഡിസംബറിൽ ബറാക് ഒബാമയും റൗൾ കാസ്ട്രോയും നയതന്ത്ര ബന്ധങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അനുരഞ്ജനത്തിന് സഹായിച്ച ഫ്രാൻസിസ് പാപ്പയ്ക്ക് അവർ നന്ദി പറഞ്ഞു എന്നതാണ് അതിശയം. ഈ കാരണത്താൽ 9 മാസങ്ങൾക്കു ശേഷം ക്യൂബയിലേക്കും യുഎസിലേക്കും ഈ പ്രക്രിയ പ്രോത്സാഹിപ്പിക്കാനായി പാപ്പ പ്രതീകാത്മകമായ യാത്ര നടത്തി. ഹവാനിയിലേക്കുള്ള വിമാനത്തിൽ പാപ്പ ഇങ്ങനെ പത്രക്കാരോട് പറഞ്ഞു: നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാ ജോലികൾക്കും, പാലങ്ങൾ പണിയുന്നതിനും. അത് ചെറിയ, അന്യോന്യം ബന്ധിപ്പിക്കുന്ന പാലങ്ങളാകാം. അത് സമാധാനത്തിന്റെ മുഖ്യ പാലമായി നിർമ്മിക്കപ്പെടാം. ക്യൂബയിൽ റൺവേയിൽ വെച്ച് പാപ്പയെ സ്വാഗതം ചെയ്ത റൗൾ കാസ്ട്രോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് വിവരിച്ചു. യുഎസ് ഉപരോധം മനുഷ്യർക്കും
ക്യൂബൻ കുടുംബങ്ങൾക്കും നാശവും പരിമിതികളും ഉണ്ടാക്കുന്നു. ഇത് ക്രൂരവും അധാർമികവും നിയമവിരുദ്ധവുമാണ്. ഇത് നിർത്തണം. ഗൊണ്ടനാമോ നേവൽ ബേസ് മേഖല ഉപയോഗിക്കുന്നത് ക്യൂബയ്ക്ക് തിരികെ തരണം. Animo a los responsables políticos a continuar avanzando. രാഷ്ട്രീയ നേതാക്കളോട് ഈ പാതയിൽ നിർത്താതെ മുന്നോട്ടു പോകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അമേരിക്കയുടെയും മൊത്തം ലോകത്തിന്റെയും അനുരഞ്ജനത്തിനുതകുന്ന അവരുടെ ജനതയുടെ സമാധാനവും നന്മയും സംരക്ഷിക്കാൻ കഴിയുന്ന ഉന്നതമായ സേവനത്തിന്റെ തെളിവായി എല്ലാ ശേഷിയും വികസിപ്പിച്ചെടുക്കാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹവാനയിൽ 10,000-കണക്കിന് ആളുകൾ പ്ലാസ ഡി ലാ റിവൽസിയോണിൽ പാപ്പയുടെ ദിവ്യബലിയിൽ സംബന്ധിച്ചു. അതിനുശേഷം പാപ്പ ഫിദൽ കാസ്ട്രോയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സ്വകാര്യമായി സന്ദർശിച്ചു. ക്യൂബൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ആസ്ഥാനത്തായിരുന്നു റൗൾ കാസ്ട്രോയുമായുള്ള കൂടിക്കാഴ്ച. പത്രക്കാർക്ക് യാത്രാവന്ദനം നേരും മുൻപ് 3500 തടവുകാർക്ക് മാപ്പ് നൽകിയതിന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. ഹൃദ്യമായ ആതിഥേയത്വത്തിന് ഞാൻ നന്ദി പറയുന്നു. മാപ്പ് നൽകിയതിനും നന്ദി പറയുന്നു. സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി കാസ്ട്രോ പാപ്പയ്ക്ക് കുരിശ് സമ്മാനിച്ചു. US തീരങ്ങളിലേക്കെത്താൻ ക്യൂബൻ വള്ളങ്ങളിൽ ഉപയോഗിച്ച പങ്കായം കൊണ്ടുണ്ടാക്കിയതാണിത്. ഹവാനയിൽ യുവാക്കളുമായി അവരുടെ ഭാവിയെക്കുറിച്ച് പാപ്പ സംസാരിച്ചു. സ്വയം തുറക്കുക, സ്വയം തുറക്കുക, സ്വപ്നം കാണുക. ലോകം നിങ്ങളോടൊപ്പം വ്യത്യസ്തമാകുമെന്ന് സ്വപ്നം കാണുക. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകിയാൽ ലോകത്തെ മികച്ചതാക്കാൻ നിങ്ങൾ സഹായിക്കുകയാണ്. സാന്റിയാഗോ ഡി ക്യൂബയിൽ മധ്യസ്ഥ വിശുദ്ധ കാരിതാദ് ഡെൽ കോബ്രെ മാതാവിന്റെ ആലയത്തിൽ പാപ്പ അടിച്ചമർത്തലിന്റെ വർഷങ്ങളിൽ മുഴുവൻ വിശ്വാസവും കാത്തുസൂക്ഷിച്ച ക്യൂബൻ അമ്മമാരെയും അമ്മൂമ്മമാരെയും സ്മരിച്ചു. അവർ ഒരു കടുകുമണിയോളം ചെറിയ ഇടം സൂക്ഷിച്ചു. അതിലൂടെ പരിശുദ്ധാത്മാവ് ഈ ജനതയുടെ ഹൃദയമിടിപ്പിനെ അനുയാത്ര ചെയ്തുകൊണ്ടിരുന്നു. അന്നു രാവിലെ സാന്റിയാഗോ വിമാനത്താവളത്തിൽ റൗൾ കാസ്ട്രോ വ്യക്തിപരമായി പാപ്പയ്ക്ക് യാത്രാവന്ദനം നേർന്നു. വിമാനത്തിലേക്ക് നടക്കുമ്പോൾ ഇരുവരും സംസാരിച്ചു. അവസാനമായി കൈകൊടുത്തു. അവിടെ നിന്നും പാപ്പ വാഷിംഗ്ടൺ DC-യിലേക്ക് യാത്രയായി. സാന്റിയാഗോയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് പറന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് അമേരിക്കൻ ജനത ഒരുക്കിയ ഹൃദ്യമായ സ്വീകരണം ചരിത്രത്തിന്റെ ഭാഗമാണ്. അമേരിക്കൻ കോൺഗ്രസിൽ 20-ലേറെ തവണയാണ് പാപ്പയുടെ സന്ദേശം കയ്യടികളോടെ സ്വീകരിക്കപ്പെട്ടത്. ഫിലഡൽഫിയയിലെ കുടുംബങ്ങളുടെ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം ഓരോ കുടുംബത്തിനുമുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു. 2015 സെപ്റ്റംബർ 22-ന് ഫ്രാൻസിസ് പാപ്പയുടെ വിമാനം ആൻഡ്രൂസ് എയർഫോഴ്സ് താവളത്തിൽ ഇറങ്ങി. ബറാക് ഒബാമയും കുടുംബവും അവിടെ സ്വാഗതം ചെയ്യാൻ കാത്തുനിന്നിരുന്നു. അവിടെ മുതൽ പാപ്പയുടെ സന്ദർശനത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന ഫിയറ്റ് 500 കാറിലായിരുന്നു സഞ്ചാരം. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വൈറ്റ് ഹൗസിൽ ഔദ്യോഗിക സ്വാഗത ചടങ്ങ് നടന്നു. ക്യൂബയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിന് പാപ്പ കൃതജ്ഞത രേഖപ്പെടുത്തി. തകർന്ന ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ ഈയിടെ നടന്ന ശ്രമങ്ങൾ നമ്മുടെ മാനവ കുടുംബത്തിന് സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറന്നിരിക്കുന്നു. ഇത് അനുരഞ്ജനത്തിന്റെ, നീതിയുടെ, സ്വാതന്ത്ര്യത്തിന്റെ സർഗാത്മക പടവുകളാണ്. In your humility, your embrace of simplicity, അങ്ങയുടെ വിനയത്തിൽ, ലാളിത്യത്തെ ആലിംഗനം ചെയ്യുന്നതിൽ, വാക്കുകളുടെ മാന്യതയിൽ, ചൈതന്യത്തിന്റെ മഹാമനസ്കതയിൽ ഞങ്ങൾ യേശുവിന്റെ ഉപദേശങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണം കാണുന്നു. ഈ സന്ദർശനത്തിനിടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക മിഷണറികളിൽ ഒരാളായിരുന്ന ഫ്രെയർ ജൂനിപ്പെറോ സെറായെ പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. US കോൺഗ്രസിനെ പാപ്പ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് അംഗങ്ങളെ, പരിശുദ്ധ സിംഹാസനത്തിലെ ഫ്രാൻസിസ് പാപ്പയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ പ്രത്യേക ഭാഗ്യമാണ്. അക്ഷീണവും അത്യന്താപേക്ഷിതവുമായ പരിശ്രമത്തിൽ നിങ്ങളുടെ സഹപൗരന്മാരുടെ അന്തസ്സിനെ പ്രതിരോധിക്കാനും പരിപാലിക്കാനും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സുവർണ നിയമം നാം മറക്കരുത്.
അവർ നിങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരോടും ചെയ്യുക. Let us remember the golden rule. അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ച്, കുടുംബത്തെയും വധശിക്ഷയെയും കുറിച്ച് പാപ്പ അവരോട് സംസാരിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ 20-ലേറെ തവണ ഹർഷാരവം മുഴക്കി. ന്യൂയോർക്കിലേക്കും പാപ്പ യാത്ര ചെയ്തു. 2001 സെപ്റ്റംബർ 11 ഇരകളുടെ ബന്ധുക്കളെ ഗ്രൗണ്ട് സീറോയിൽ പാപ്പ കണ്ടു. മരണത്തിന്റെ ഈ ഇടം ജീവന്റെ കൂടി ഇടമായി, രക്ഷിക്കപ്പെട്ട ജീവന്റെ ഇടം. വിനാശത്തിന്റെയും മരണത്തിന്റെയും പ്രവാചകന്മാർക്കെതിരെ ജീവന്റെ വിജയഗാഥ, തിന്മയ്ക്കെതിരെ നന്മ, വിദ്വേഷത്തിനും വിഭജനത്തിനുമെതിരെ അനുരഞ്ജനവും ഐക്യവും. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ പാപ്പ ദിവ്യബലി ആഘോഷിച്ചു. ഹർലേമിലെ ഒരു സ്കൂൾ പാപ്പ സന്ദർശിച്ചു. സന്ദർശനത്തിന്റെ 3-ാം ഘട്ടം ഫിലാഡൽഫിയയിലേക്കായിരുന്നു. അവിടെ കുടുംബങ്ങളുടെ ലോക സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള കുടുംബങ്ങളുടെ കഥ പാപ്പ കേട്ടു. നിത്യജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ നർമ്മബോധം പ്രയോഗിക്കാൻ പാപ്പ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയണം. എന്റെ വീട്ടിൽ ഞാൻ അലറുമോ, അതോ സ്നേഹത്തോടെ മൃദുലതയോടെ സംസാരിക്കുമോ? നമ്മുടെ സ്നേഹം തിരിച്ചറിയാൻ ഇത് നല്ല മാർഗമാണ്. ഒരു തടവറയും പാപ്പ സന്ദർശിച്ചു. സ്പർശിക്കുന്ന മുഹൂർത്തങ്ങളായിരുന്നു അവ. ദുരുപയോഗത്തിനിരയായ ഇരകളെ സ്വകാര്യമായി കണ്ടു. ആ കൂടിക്കാഴ്ചകൾ എങ്ങനെയായിരുന്നുവെന്ന് US ബിഷപ്പുമാരോട് പാപ്പ വിവരിച്ചു. ഇളം പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ചുമതലയുണ്ടായിരുന്നവർ എങ്ങനെ അത് ലംഘിച്ച് അവർക്ക് ഗുരുതരമായ ദോഷമുണ്ടാക്കി എന്ന് കേട്ട് എനിക്ക് ഇപ്പോഴും അങ്ങേയറ്റം ലജ്ജ തോന്നുന്നു. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമെന്നും ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുമെന്നുമുള്ള സഭയുടെ ശക്തമായ ജാഗ്രതയോട് ഞാൻ യോജിക്കുന്നു. ഫിലാഡൽഫിയയിൽ നിന്നും പാപ്പ റോമിലേക്ക് തിരിച്ചു. അവിടെ അന്നത്തെ US വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ പാപ്പയ്ക്ക് യാത്രാമംഗളം നേരാനും സന്ദർശനത്തിന് നന്ദി പറയാനും എത്തിയിരുന്നു. യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്നെടുത്ത് താങ്ങി നിൽക്കുന്ന നിക്കേദേമോസിനെ ചിത്രീകരിച്ച മൈക്കൽ ആഞ്ചലോയുടെ ദി അതർ പിയത്ത ഫ്ലോറൻസ് മ്യൂസിയത്തിൽ വീണ്ടും പ്രദർശനത്തിന്. ഈ ശില്പി തന്റെ മുഖമാണ് ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ രണ്ടാമത്തെ പിയത്ത അഴുക്കും പൊടിയും തുടച്ചുമാറ്റി വൃത്തിയാക്കി. സൂക്ഷ്മമായ പ്രക്രിയയിലൂടെ കേടുപാടുകൾ തീർത്ത ഈ ശില്പം വീണ്ടും പ്രദർശിപ്പിക്കപ്പെട്ടു. അതർ പിയത്ത എന്നറിയപ്പെടുന്ന ഈ ശില്പം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പിയത്ത ശില്പത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വ്യക്തിപരമായ ചിത്രീകരണമാണിത്. ശില്പി ഏതാണ്ട് 80 വയസ്സ് അടുക്കുമ്പോഴാണ് മാർബിളിൽ ഇങ്ങനെയൊരു ശില്പം കൊത്തിയെടുത്തത്. റോമാ ദേവാലയത്തിനുള്ളിൽ തന്റെ ശവകുടീരത്തിൽ വെക്കാനാണ് മൈക്കൽ ആഞ്ചലോ ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ടാവാം ശില്പത്തിൽ തന്റെ തന്നെ മുഖം അദ്ദേഹം കൊത്തിവെച്ചു. എന്നാൽ ആഗ്രഹം ഒരിക്കലും സഫലമായില്ല. അതിനാൽ ഈ രചന തന്നെ പ്രതിഭാശാലിയായ ശില്പി ഉപേക്ഷിച്ചു. അദ്ദേഹം അത് നശിപ്പിക്കാൻ പോലും ശ്രമിച്ചു. എന്നാൽ വേലക്കാരിൽ ഒരാൾ അത് രക്ഷിച്ചെടുക്കുകയായിരുന്നു. നിക്കേദേമോസ് ക്രിസ്തുവിന്റെ ശരീരം താങ്ങി നിൽക്കുന്ന ശില്പമാണ് കൊത്തിയുണ്ടാക്കിയത്. അതിന്റെ നിക്കേദേമോസിന്റെ മുഖം മൈക്കൽ ആഞ്ചലോയുടെ തന്നെ മുഖമാണ്. ക്രിസ്തുവിന്റെ മൃതശരീരം മാതാവും താങ്ങിയിട്ടുണ്ട്. അവരെ മറിയം മഗ്ദലേന സഹായിക്കുന്നു. ഫ്ലോറൻസിലെ ഡ്യൂമോ മ്യൂസിയത്തിലാണ് ഫ്ലോറൻഷ്യ പിയാത്ത എന്നറിയപ്പെടുന്ന ഈ ശില്പം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച വൃത്തിയാക്കൽ നടപടി മഹാമാരി മൂലം ഇടക്കാലത്ത് നിർത്തിവെക്കേണ്ടി വന്നു. ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായ ശില്പം ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. 1547-നും 1555-നുമിടെ ഇത് നിർമ്മിക്കപ്പെട്ടുവെന്ന് വേണം കരുതാൻ. വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.